പൊതുപ്രവർത്തകനായ വിജീഷ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. വിജീഷ്, താങ്കൾ ആ വീട്ടിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ സംസാരിക്കാൻ പ്രതിസന്ധി ഉണ്ടാകാം, എങ്കിൽ പോലും എന്താണ് അവിടെ ഉണ്ടായത് എന്നാണ് മനസ്സിലാകുന്നത്? ഞാനിപ്പോ വീട്ടിലല്ല, ഞാനിപ്പോ പോലീസ് സ്റ്റേഷൻ അയക്കുകയാണ്. ഇവിടെ മൊഴി കൊടുത്തോണ്ടിരിക്കുകയാണ്. അവിടെ വിജീഷിന് പരിചയമുള്ള വീടാണോ? അതെ അതെ. എന്താണ് സംഭവിച്ചത് എന്നറിയാമോ വിജീഷ്? സംഭവിച്ചത് വെളുപ്പാങ്കാലത്ത് 4 മണിയോടെയാണ് സംഭവം നടന്നത്. കുട്ടി കാലിലെന്തോ കടിച്ചെന്നും പറഞ്ഞ് അച്ഛനും അമ്മയും വിളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ കാലിൽ ചെറിയ മുറിവുണ്ടായിരുന്നു. അപ്പോൾ തൊട്ടടുത്തുള്ള താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോവുകയാണ് ചെയ്തത്. അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ശ്വാസതടസ്സം വന്നു. അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ പോകുന്ന വഴിക്കാണ് മരണം സംഭവിച്ചത്. ഈ പാമ്പ് കടിച്ച ഉടനെ തന്നെ കുട്ടിയെ അത് അറിയുകയും പറയുകയും ഉറക്കത്തിലായിരുന്നു. അറിയുകയും രക്ഷാകർത്താക്കൾ പറഞ്ഞു. അച്ഛനും അമ്മയും ആ സമയത്ത് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? അല്ലല്ല, അച്ഛനും അമ്മയും അമ്മാമ്മയും ഉണ്ടായിരുന്നു. ഈ പാമ്പിനെ ആ സമയത്ത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നാണോ? ഈ ഇപ്പോഴാണ് പാമ്പിനെ തിരിച്ചറിഞ്ഞത്. നാട്ടുകാർ വീട്ടിനകത്ത് പരിശോധന നടത്തി പാമ്പിനെ തിരിച്ചറിഞ്ഞു. മൂർഖൻ പാമ്പാണ്. ശരി ശരി. ഈ പ്രദേശം എങ്ങനെയാണ്? അത് ഒരു തീരദേശമായി ബന്ധപ്പെട്ട് കായലിന്റെ സൈഡാണ്. ഒരു വയല്, അങ്ങനെ കാട് പിടിച്ചൊരു പ്രദേശമാണ്. അതെ, കാടും പടലും ഒക്കെ നിറഞ്ഞ പരിസരമാണ്. പരിസരമാണ്. ഒപ്പം ഈ വീട് ഒറ്റപ്പെട്ട വീടാണോ, അതെയോ അയൽവാസികൾ? അയൽവക്കത്ത് കുറച്ച് ദൂരെയുള്ള വീടുകളാണ്. എന്നാലും ഇത് വീട് ഒരു ഷീറ്റൊക്കെ വെച്ച് മറച്ച വീടാണ്. അതായത് ഒരു ചായ്പ പോലെയൊക്കെയുള്ള? അതെ 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 അതെ. കൃത്യമായി ഭിത്തിയോ അല്ലെങ്കിൽ അങ്ങനെ സംരക്ഷണ സംവിധാനമോ ഇല്ല എന്നാണോ? ഭിത്തിയില്ല. ഒരു ഷീറ്റൊക്കെ വെച്ച് മറച്ചാണ് ഇതാക്കുന്നത്, കിടന്നത്. ഇവർ മറ്റൊന്നും കൊണ്ടല്ല, ഇപ്പോൾ സാമ്പത്തികമായി പ്രയാസമുള്ള കുടുംബമാകാം. അവർ എങ്ങനെയാണ്, നിലത്താണോ കിടന്നിരുന്നത് അതെയോ കട്ടിലിൽ തന്നെയായിരുന്നു? അത്തരം കാര്യങ്ങൾ അറിയാമോ? കുട്ടി നിലത്താണ് കിടന്നിരുന്നതാണ് പറഞ്ഞത്. അതിന്റെ വ്യക്തത അറിയാൻ വയ്യ. കുട്ടിയുടെ അച്ഛനെ മെഡിക്കൽ കോളേജിൽ നിൽക്കുകയാണ്. മറ്റാരൊക്കെയാണ് വീട്ടിലുള്ളത്? വീട്ടില് കുട്ടിയുടെ അമ്മയുണ്ട്, പിന്നെ കുട്ടിക്ക് ഒരു അനിയത്തി ഉണ്ട്, പിന്നെ കുട്ടിയുടെ അമ്മാമ്മ. അവരാണ് വീട്ടിൽ താമസിക്കുന്നത്. അവർക്കൊന്നും വേറെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലല്ലോ അല്ലേ? വേറെ പ്രശ്നമില്ല. അതായത് മണിക്കൂറുകൾക്കുള്ളിലാണ് ഈ കുട്ടിക്ക് ജീവൻ നഷ്ടമായത് അല്ലേ? നഷ്ടമായത്, അതെ അതെ. ഇവര് ഹോസ്പിറ്റലില് തൊട്ടടുത്തുള്ള ആശുപത്രി എത്തിച്ചു. പക്ഷെ അവിടെ നിന്ന് ഉടനെ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴിക്കാണ് സംഭവിച്ചത്. കുട്ടിക്ക് ശ്വാസതടസ്സം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ പറഞ്ഞായിരുന്നു കുട്ടിയുടെ അച്ഛനെ വിളിച്ചപ്പോഴേ. മനസ്സിലായി. മൃതദേഹം ഇപ്പോൾ എവിടെ? മെഡിക്കൽ കോളേജിലാണ്. മെഡിക്കൽ കോളേജിലാണ് ഇപ്പൊ അതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ നമ്മളിവിടെ സ്റ്റേഷനിൽ, പോലീസ് സ്റ്റേഷന്, കിടങ്ങൂർ പോലീസ് സ്റ്റേഷനിലാണ്. നന്ദി. പറയൂ. അല്ല, ഞങ്ങളിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പോകുന്നു, മെഡിക്കൽ കോളേജിലോട്ട്. ശരി, തീർച്ചയായും ആ കുടുംബത്തോടൊപ്പം തുടരുക എന്നത് മാത്രമാണ് പറയാൻ സാധിക്കും. അതിനപ്പുറത്ത് ഞങ്ങൾക്കും മറ്റൊന്നും പറയാനില്ല. അങ്ങേയറ്റം വേദനാജനകമാണ്. ഇപ്പോൾ വിജീഷ് സൂചിപ്പിക്കുന്നതനുസരിച്ചാണെങ്കിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധിയുള്ള കുടുംബമായിരിക്കണം. കുടുംബമാണ്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് ഉള്ള കുടുംബമാണ്. ശരി വിജീഷ്, വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇതാണ് ഇപ്പോഴത്തെ പശ്ചാത്തലം എന്നാണ് നമുക്ക് പൊതുപ്രവർത്തകൻ കൂടിയായ വിജീഷാണ് വിശദാംശങ്ങൾ നൽകുന്നത്. സാരംഗ്, കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമാണ്. ഈ കുട്ടി ഒരു വളരെ മോശം സാഹചര്യത്തിലുള്ള വീട്ടിൽ ആണ്. ഭൗതികമായ സാഹചര്യങ്ങൾ വളരെ മോശം. ഷീറ്റൊക്കെ ഇട്ട വീടാണ്. അവിടെ ചുറ്റും കാടും പടലും ഒക്കെ ഉണ്ട് എന്നാണ് വിജീഷ് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് പാമ്പ് വീട്ടിലേക്ക് എത്തിയതാകാം. പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ആവർത്തിച്ച് പറയേണ്ടത് അതുതന്നെയാണ്. അതായത് ചൂടുകാലം ആണ്. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നില്ല എങ്കിൽ കൂടുതൽ തണുപ്പുള്ള പ്രദേശത്തേക്ക് എത്തുന്നു പാമ്പ് എന്നത് തന്നെയാണ്. അങ്ങനെയാണ് ഈ അപകടവും ഉണ്ടായത് എന്ന് വേണമല്ലോ നമുക്ക് മനസ്സിലാക്കാൻ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.